കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദാ നമ്മൾ രാവിലെ എണീച്ച് ആദ്യം ഞാൻ തിളപ്പിക്കാൻ വെച്ചത് കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾക്ക് 2 കുപ്പിയിലും വെള്ളമാക്കി കൊടുക്കണമല്ലോ. അപ്പോഴേക്കും ആറാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ നമ്മൾ അതാണ് ആദ്യം തിളപ്പിച്ചിരിക്കുക കേട്ടോ. പിന്നെ അപ്പുറത്ത് ഇഡ്ഡലി വയ്ക്കാനുള്ള ഇഡ്ഡലി ചെമ്പും വെള്ളവും കൂടിയായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉപ്പിട്ട് ഇളക്കി എല്ലാം സെറ്റാക്കി വരുമ്പോഴേക്കും വെള്ളവും ചൂടാവും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മാവ് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ ഈ മാവ് അരച്ച് തുറന്ന് നോക്കിയിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരുന്നത് കാണാൻ തന്നെ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. നമ്മൾ അരച്ച മാവൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ പൊന്തി വരുന്നുണ്ടോ എന്ന് നോക്കാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ് കേട്ടോ. ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലി തട്ടൊക്കെ എടുത്തിട്ട് പതിവ് പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാവിടെയും ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അതാകുമ്പോൾ അവിടെ ഇവിടെ ഒന്നും പിടിക്കില്ല കേട്ടോ. നല്ല ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. ഇനി ആവിയിൽ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വെന്ത ഇഡ്ഡലി ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റും കൂടും, നല്ലതുമാണ് കേട്ടോ. അപ്പോൾ ഞാനതെല്ലാവിടെയും 2 തട്ടിലും കൂടിയിട്ട് ഒരു തുള്ളി എണ്ണ ഇട്ടെടുത്തിട്ടുള്ളൂ. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തു. അപ്പോഴേക്കും വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഡ്ഡലി തട്ടിലേക്ക് ഓരോ കയ്യിൽ മാവായിട്ട് ഓരോ തവി മാവായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് അധികം ലൂസില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒഴുകി പരകണില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ലൂസ് ഉണ്ടെങ്കിൽ ഇത് കുഴിയില്ലാത്ത തട്ടായതുകൊണ്ട് ഇങ്ങനെ പരന്ന് കിട്ടും ഇഡ്ഡലി. അപ്പോൾ ഇങ്ങനെ പരന്ന ഇഡ്ഡലി ആയിരിക്കും. അപ്പോൾ ഇന്ന് മാവ് കുറച്ച് കട്ടിയുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കട്ടിയിൽ അരച്ചുകൊണ്ടായിരുന്നു. നമ്മൾ കട്ടിയിൽ അരച്ചാൽ ചിലപ്പോൾ ലാസ്റ്റും കൊണ്ട് വെള്ളം പോലെ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്രാവശ്യം നല്ല കട്ടിയിലാണ് അരച്ചത്. അതുകൊണ്ട് പരന്ന് നടക്കണമെന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് ആവിയിൽ വെച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഇഡ്ഡലിയായി. ഇഡ്ഡലി ആകുമ്പോൾ നല്ല എളുപ്പമാണ് കേട്ടോ, പെട്ടെന്ന് ആവുകയും ചെയ്യും. അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് വേറെ പണിയും ചെയ്യാം. അപ്പോൾ ഞാൻ കുത്തി നോക്കിയപ്പോൾ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇനി ഇതൊന്ന് ആറാൻ വയ്ക്കണം. അപ്പോൾ നമ്മൾ ചട്നി അരയ്ക്കാനുള്ള തേങ്ങ ഒക്കെ ചിരകിയിട്ടുണ്ട്. തേങ്ങയ്ക്ക് ക്ഷാമമുള്ളതുകൊണ്ട് തന്നെ എല്ലാം വരണ്ടിയിട്ടും ചുരണ്ടിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചുവന്നുള്ളി, പിന്നെ ഇഞ്ചി, പിന്നെ നമ്മുടെ ചീനിമുളക് കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ ചീനിമുളക് ചട്നിക്ക്. അപ്പോൾ ചട്നിയൊക്കെ റെഡിയായി കുട്ടികൾക്ക് കഴിക്കാൻ എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ കട്ടിയുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഉണ്ട ഇഡ്ഡലിയാണ് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നുള്ളത്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ചോറിനൊക്കെ വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി മട്ടരി കേട്ടോ. ഇപ്രാവശ്യം കിട്ടിയ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടിയ മട്ടരി അടിപൊളി മട്ടരിയാണ്. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കണം. അങ്ങനെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു. ഇപ്പോൾ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വീതനയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി പൊരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒട്ടപ്പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. വീതനയൊക്കെ എല്ലാം ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ പണി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ പാത്രം കഴുകലും വീതനയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ നല്ലൊരു സമാധാനം ഉണ്ടാവും കേട്ടോ നമ്മുടെ പണി ബാക്കിയുള്ള പണി ചെയ്യാനായിട്ട്. അപ്പോൾ വെള്ളമൊക്കെ പോയപ്പോൾ ഞാൻ ചിക്കനിൽ മസാല തിരുമ്പാണ് കേട്ടോ. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. സാധാരണ നമ്മൾ ആദ്യമൊക്കെ ചെയ്യുന്ന പോലെ തന്നെയുള്ള മസാലയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ചെയ്താൽ കുറച്ച് നേരം കൂടി വെച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. സാധാരണ നമ്മൾ മസാലപ്പൊടിയൊക്കെ തിരുമ്മി വെക്കുന്നേക്കാളും ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ഒന്ന് മസാലയൊക്കെ ഒന്ന് തിരുമ്പി വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർക്കണം കേട്ടോ. ഇത് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ചുവപ്പുണ്ട് കേട്ടോ. ഇതിപ്പോൾ വീഡിയോയിൽ കുറച്ചൊരു കളർ കുറവുണ്ട്. പക്ഷെ നേരിട്ട് നല്ല ഒരു ചുവന്നൊരു മസാലയായിരുന്നു കേട്ടോ. അപ്പോൾ മസാല ഇനി തിരുമ്പിയിട്ട് അതിൽ കുറച്ച് ഒരു നുള്ള് നാരങ്ങ നീരും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ചെറിയ പീസാണല്ലോ, അപ്പോൾ ഉടഞ്ഞു പോകാതിരിക്കാൻ ഈ നാരങ്ങ നീര് ചേർക്കണത് നല്ല കേട്ടോ. നാരങ്ങ അല്ലെങ്കിൽ സുർക്കയോ ചേർക്കണത് നല്ലതാണ്. അപ്പോൾ അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ തന്നെ പൊരിക്കാനിട്ടു. കുറച്ച് നേരം കൂടി വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചട്ടി വെച്ച് നമ്മൾ പൂരി ഉണ്ടാക്കിയ എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ ബാക്കി. അപ്പോൾ ഞാനത് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതന്നെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ഓരോ പാർട്ടായിട്ട് ചിക്കൻ പൊരിക്കാനിടുകയാണ്. അപ്പോൾ ചെറിയ പീസായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ചിക്കൻ്റെ പീസ് തെറ്റിയിട്ട് അവിടെ പോയി കിടക്കണം. ഞാൻ എത്ര വിളിച്ചിട്ടും വരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ കുറേ കുത്തിയിട്ട് ഇങ്ങോട്ട് വരുത്തി. എന്തോ ഒരു പിണക്കുള്ള ചിക്കനാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചായിട്ടിട്ടിട്ട് ചിക്കൻ പൊരിച്ച് എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ഉപ്പേരിയൊന്നുമില്ല കേട്ടോ. കറീൻ്റെ ഒപ്പം ചിക്കൻ പൊരിച്ചതും കൂടി ആകുമ്പോൾ അടിപൊളി ടേസ്റ്റ് അല്ലേ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചോറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിന് ഊറ്റണം. നല്ല മട്ടരിയാണ് കേട്ടോ പ്രാവശ്യത്തെ. അപ്പോൾ ഇനിയിപ്പോൾ അത് ഊറ്റണം. കുറച്ച് വെള്ളം ഞാൻ
സിങ്കിലൊന്നും ഒഴിച്ചാൽ കേട്ടോ, എന്നിട്ടാണ് ഊറ്റുള്ളൂ, അല്ലെങ്കിൽ അവിടെ മൊത്തം വീതന മൊത്തം ആവും കേട്ടോ. അപ്പോൾ ചിക്കൻ വറവൊക്കെ ഒരു സൈഡിലാവുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ പരിപ്പ് വേവാൻ വെച്ചു കേട്ടോ. പരിപ്പ് വേവാൻ വയ്ക്കുമ്പോൾ ഇടയ്ക്കുള്ള പരിപാടിയാണ് കേട്ടോ അത്, ഈ വെള്ളം തൂവിപ്പോവൽ. ഇതിന് വല്ല പരിഹാര മാർഗ്ഗങ്ങളുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു കേട്ടോ. ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, ഇടയ്ക്ക് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ പരിപ്പ് അവിടെ വെന്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പീസ് ക്യാബേജ് എടുത്തിട്ട് ഒരു അടിപൊളി പരിപ്പിട്ട കറിയാണ് കേട്ടോ വയ്ക്കാൻ പോണത്. അപ്പോൾ ക്യാബേജും ഉള്ളി, തക്കാളി, പിന്നെ 2 വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇട്ടിട്ട് കുക്കറിൽ, പരിപ്പ് വെച്ച കുക്കറിൽ എന്നിട്ട് 2 വിസിൽ കൊടുത്തു. പിന്നെ കുറച്ച് തേങ്ങയും കൂടി അരച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു. കടുകും എല്ലാം കൂടിയിട്ട് താളിച്ചിട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടപ്പോൾ കറി അടിപൊളി സെറ്റായി. പലർക്കും ഇതിങ്ങനെ ക്യാബേജും കൊണ്ട് കറി വെക്കുന്ന കാര്യം അറിയില്ല കേട്ടോ, എങ്ങനെ കറി വെക്കുക എന്നുള്ളത്. പക്ഷെ നമുക്ക് പെട്ടെന്നൊക്കെ ഉപ്പേരി വയ്ക്കാൻ വാങ്ങിയെന്നുണ്ടെങ്കിൽ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ കറി വയ്ക്കാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നാളെ ഇടാം. ഇത് ജസ്റ്റ് സിമ്പിളായിട്ട് എടുത്തേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.